ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ദുഃഖത്തിലും ദുരിതത്തിലുമുള്ളവർ ചെയ്യേണ്ട ഒരേ കാര്യം ആ ജഗദംബയുടെ ചരണങ്ങളെ സ്മരിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ ജഗദംബയെ ഓർമ്മിപ്പിച്ചു. അവിടെ ഭണ്ഡാസുരൻ കാമവശകനായിട്ട് നടക്കുമ്പോൾ ഇവിടെ ദേവന്മാരെല്ലാം ഒരു വലിയ മഹായാഗം ചെയ്യുവാൻ തുടങ്ങി. എത്രയോ യോജന വിസ്താരമുള്ള കാഞ്ചി ക്ഷേത്രത്തിൽ വെച്ചത് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു വലിയൊരു യാഗകുണ്ഡം നിർമ്മിച്ചു. ഈ യാഗാദികളിലൊക്കെ മാംസം, ഹവിസ് ഇതൊക്കെ ഹോമം ചെയ്യുന്നത് വേദവിധി അനുസരിച്ചും പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കുറേ കാലം അഗ്നിയിൽ ഹവിസിനെ കൊണ്ട് ഹവിസും നെയ്യും കൊണ്ട് ഹോമാദികളൊക്കെ ചെയ്തു നോക്കി. പ്രത്യേകിച്ച് ഫലമൊന്നും കണ്ടില്ല. അതിനുശേഷം അവരവരുടെ കൈ, കാല് മുതലായ അവയവങ്ങളെ നെയ്യ് കൂട്ടി ഹോമം ചെയ്തു. അവസാനം നമ്മൾ തന്നെ അതിൽ സമർപ്പിക്കാം എന്നുള്ള, ആത്മാഹുതി ചെയ്യുക എന്നുള്ള ഒരു ഘട്ടത്തിലെത്തി. ത്രികരണങ്ങൾ എന്ന് പറയും. സ്ഥൂലം, സൂക്ഷ്മം, കാരണം, മനസ്സ്, വാക്ക്, കായം എന്നൊക്കെയുള്ള സർവാർപ്പണ ബുദ്ധി അവർക്കുണ്ടായി എന്നർത്ഥം. തന്നെ ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കണം എന്നുള്ള ബുദ്ധി. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം എന്നൊക്കെയുള്ള വാസനകളെയും സമസ്ത വാസനകളെയും ശരീരത്തെയും അവർ പരിത്യജിക്കുവാൻ തയ്യാറായി. അങ്ങനെയാണ് ആ ചിദഗ്നിയിൽ, ആ അറിവാകുന്ന അഗ്നിയിൽ ഞാനല്ല, എല്ലാം പരമാത്മാവാണ് എന്നുള്ള ആ അഗ്നിയിൽ ദേവി ഉദ്ഭവിച്ചു. സർവ ആഭരണഭൂഷിതയായിട്ടും ഒക്കെ ഉണ്ടായി ദേവി ഉദ്ഭവിച്ചു. അങ്ങനെ ചതുർബാഹു സമന്വിത എന്നൊക്കെ പറയുന്ന മാതിരി 4 കൈകളോട് കൂടിയിട്ട് പാശം, അങ്കുശം, ഇക്ഷുദണ്ഡം, പുഷ്പബാണം എന്നും ഈ രൂപം മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ വ്യാപിച്ചു നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല, ഈ ബ്രഹ്മാണ്ഡമണ്ഡലം മുഴുവൻ ദേവിയുടെ ചൈതന്യം വ്യാപിച്ചു നിന്നു. അങ്ങനെയുള്ള ഒരു ദർശനം ദേവന്മാർക്കുണ്ടായി. ഇവരൊക്കെ ഒരു നഗരം നിർമ്മിച്ചു. അതിൽ ദേവിയുടെ കൂടെ എല്ലാവരും താമസിച്ചു. എല്ലാവർക്കും ഈ ഭണ്ഡാസുരനെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾ അതൊക്കെ മറന്നു. ഓരോരുത്തരോടും ദേവി വാത്സല്യത്തോടുകൂടി പെരുമാറി. എല്ലാവർക്കും തോന്നി എന്നോടാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം, എന്നോടാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. ഓരോരുത്തരും ഓരോ രീതിയാണ്. ഗന്ധർവന്മാർ ഒരു രീതിയാണ്, കിന്നരന്മാർ ഒരു രീതിയാണ്, സ്ത്രീകൾക്കൊരു സ്വഭാവം, പുരുഷന്മാർക്കൊരു സ്വഭാവം. ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ഒരാൾ ഹൈറ്റ് കൂടിയിരിക്കും, ഒരാൾ ഹൈറ്റ് കുറഞ്ഞിരിക്കും, ഒരാൾ തടിച്ചിരിക്കും, ഒരാൾ മെലിഞ്ഞിരിക്കും, ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഒരാൾക്ക് എപ്പോഴും തമാശയായിരിക്കും. ഇങ്ങനെയുള്ള അനേക സ്വഭാവങ്ങളുള്ള ദേവന്മാരെയൊക്കെ ഓരോരുത്തരോടും ദേവി വളരെ, അവർ ഇത്രയും കാലം 60,000 കൊല്ലത്തിലധികം ബുദ്ധിമുട്ടിയതുകൊണ്ട് അവരോടൊക്കെ സ്നേഹത്തോട് പെരുമാറി. അവർക്കൊക്കെ തോന്നി എന്നോടാണ് ദേവിക്ക് കൂടുതൽ സ്നേഹം എന്ന് തോന്നി. അങ്ങനെ കുറച്ചു കാലം നിന്നു അത്രേ. ദേവി കർമ്മഫലപ്രദ എന്നൊക്കെ പറയുന്ന മാതിരി ഈ ദേവന്മാർക്ക് അഹങ്കാരം വന്നതുകൊണ്ടാണ് അവർ ഈ അവസ്ഥ എത്തിയത്. അവർ പൊതുവേ നല്ലവരാണെങ്കിലും അവർക്കും അഭിമാനാദി ദോഷങ്ങളുണ്ട്. അതൊക്കെ തീരുവാൻ വേണ്ടിയാണ് ഈ അസുരന്മാരുടെ ഉപദ്രവം അവർക്ക് സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ കർമ്മഫലം അവർ അനുഭവിക്കട്ടെ എന്ന് ഓരോരുത്തർക്കും ദേവി സമ്മാനം നൽകി. അവരൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ ദേവന്മാർക്ക് ദേവിയോട് അപേക്ഷിച്ചു, ഇങ്ങനെ ഭണ്ഡാസുരനെ വധിക്കണം എന്ന്. അമ്മ സമ്മതിച്ചു, ആകട്ടെ എന്ന് സമ്മതിച്ചു. അങ്ങനെ ദേവി ഭണ്ഡാസുരനെ കൊല്ലുവാൻ വേണ്ടി ഒരുമ്പെട്ടു, തയ്യാറായി എന്നുള്ള
ഭാഗത്താണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ പ്രകരണം തുടങ്ങുന്നത്. ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിത എന്നുള്ള മന്ത്രമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.